നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ണപ്പുറത്തിന് ഒരു പുതിയ ഫയർ സ്റ്റേഷൻ എന്ന ദീർഘനാളത്തെ ആവശ്യത്തിന് പ്രതീക്ഷയാക്കി ജില്ലാ ഫയർ ഓഫീസർ KR ഷിനോയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രാഥമിക പരിശോധന നടത്തി. വഴിത്തല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി ക്ലിനിക് ആരംഭിച്ചു. നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തുകയും നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLAക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. കല്ലൂർക്കാട് ടെലിഫോൺ എക്സ്ചേഞ്ച് കാർഡ് പിടിച്ച് നശിക്കുന്നു. ഒരു കാലത്ത് പ്രവർത്തന സജ്ജമായിരുന്ന ക്വാർട്ടേഴ്സുകളും മറ്റു കെട്ടിടങ്ങളും ഇന്ന് ആർക്കും പ്രയോജനമില്ലാതെ കാടിനുള്ളിൽ മറഞ്ഞു കിടക്കുകയാണ്. അപകട ഭീഷണിയിലായിരുന്ന സേനാപതി ഇല്ലിപ്പാലത്തിനൊടുവിൽ ശാപമോഷം. പാലം പുനർനിർമ്മിക്കാൻ ബഡ്ജറ്റിൽ തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് സേനാപതി വേണു MLA അറിയിച്ചു. വാർത്തകൾ വിശദമായി. വണ്ണപ്പുറത്തിന് ഒരു ഫയർ സ്റ്റേഷൻ എന്ന ദീർഘനാളത്തെ ആവശ്യത്തിന് പ്രതീക്ഷയാക്കി ജില്ലാ ഫയർ ഓഫീസർ KR ഷിനോയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രാഥമിക പരിശോധന നടത്തി. നിലവിൽ BSNL ഓഫീസിന്റെ കീഴിലുള്ള കെട്ടിടമാണ് പരിഗണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ജില്ലാ ഫയർ ഓഫീസർക്കും BSNL അധികൃതർക്കും കത്ത് കൈമാറേണ്ടതുണ്ട്. ഇത് അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വണ്ണപ്പുറത്തിന് ഒരു ഫയർ സ്റ്റേഷൻ എന്ന ദീർഘനാളത്തെ ആവശ്യത്തിന് പ്രതീക്ഷയേകി ജില്ലാ ഫയർ ഓഫീസർ KR ഷിനോയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രാഥമിക പരിശോധന നടത്തി. നിലവിൽ BSNL ഓഫീസിന്റെ കീഴിലുള്ള കെട്ടിടമാണ് പരിഗണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ജില്ലാ ഫയർ ഓഫീസർക്കും BSNL അധികൃതർക്കും കത്ത് കൈമാറേണ്ടതുണ്ട്. ഇത് അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലാ ഫയർ ഓഫീസിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ വന്ന് വണ്ണപ്പുറത്ത് BSNLന്റെ കെട്ടിടം സന്ദർശിച്ചു പോവുകയും അവർ സാറ്റിസ്ഫൈഡ് ആണ്. തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവരാവശ്യപ്പെട്ട് അവർക്ക് ഓഫീസിന് വേണ്ടി ഒരു കെട്ടിടം വേണം. അപ്പോൾ ആ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടിടമാണ് BSNLനോട് വാടകയ്ക്ക് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം, UDF നേതാക്കൾ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ ജില്ലാ ഫയർ ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തി. നേരിട്ട് തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ കാണുന്നു. അതുപോലെ MLAയുടെ കത്തും ഒക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയി റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഏകദേശം ബ്ലോക്ക് പഞ്ചായത്തിലും ഇതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കത്ത് വന്നു. അതുപോലെ ജില്ലാ ഫയർ ഓഫീസർക്കും അതിൻ്റെ കത്ത് കിട്ടി. അതിൻ്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട പഞ്ചായത്താണ്. അതിനു വേണ്ടിയിട്ടാണ് BSNLന്റെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടം നമ്മൾ അതിൻ്റെ ആവശ്യപ്രകാരം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് പ്രസിഡന്റും. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയായ പട്ടേക്കുടി, മുള്ളരിങ്ങാട്, മുണ്ടൻമുടി, കള്ളിപ്പാറ മേഖലയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ 25 കിലോമീറ്റർ ദൂരെ തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് പലപ്പോഴും അപ്രായോഗികമായ സാഹചര്യത്തിലാണ് വണ്ണപ്പുറത്തിന് ഒരു ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഉയർന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വണ്ണപ്പുറത്തിന് അനുവദിച്ച ഫയർ സ്റ്റേഷൻ ചില രാഷ്ട്രീയ വടംവലിയുടെ ഭാഗമായി രാജാക്കാടിന് മാറ്റി നൽകിയിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൊടുപുഴയിലെത്തിയപ്പോൾ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കറിന്റെ നേതൃത്വത്തിൽ UDFും വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും തിരുവനന്തപുരത്തെത്തി പഞ്ചായത്തിന്റെ റെസല്യൂഷൻ സമർപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ഫയർ ഓഫീസർ KR ഷിനോയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രാഥമിക പരിശോധന നടത്തിയത്. വണ്ണപ്പുറം ടൗണിൽ BSNLന്റെ കീഴിലുള്ള കെട്ടിടമാണ് ഇതിനായി പരിഗണിച്ചത്. ടൗണിലുള്ള പഞ്ചായത്ത് കുളവും പ്ലാന്റേഷൻ കവലയിലുള്ള പഞ്ചായത്ത് കിണറും വെള്ളം ശേഖരിക്കുവാൻ ഏറ്റവും അനുയോജ്യവുമാണ്. UDF നേതാക്കളായ സജി കണ്ണമ്പുഴ, സണ്ണി കളപ്പുര, MD ജോണി എന്നിവർ സംഘത്തെ അനുഗമിച്ചു. സാധ്യതകൾ പരിശോധിച്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറുമെന്ന് ജില്ലാ ഫയർ ഓഫീസർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വഴിത്തല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി ക്ലിനിക് ആരംഭിച്ചു. നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ അനൂപ് അധ്യക്ഷത വഹിച്ചു. വഴുത്തല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ സ്മൃതി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ അനൂപ് അധ്യക്ഷത വെച്ച ചടങ്ങിൽ വെച്ച് നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആയുർവേദം. ഈ ആയുർവേദ ചികിത്സാ രീതികളും അതുപോലെ ആയുർവേദത്തിൻ്റെ ഭാഗമായ യോഗാഭ്യാസവുമൊക്കെ ഇന്ന് ഈ ലോകം മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. കേരള സർക്കാർ വയോജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഒരു ജനസംഖ്യ നമ്മുടെ നാട്ടിൽ, അതെല്ലാം പരിഗണിച്ച് പുതിയ നയപ്രഖ്യാപനത്തിൽ ഒരു വയോജന വകുപ്പ് തന്നെ രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങളാൽ വലയുന്ന ഒരു നല്ല ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ആ രോഗങ്ങളുടെ എല്ലാം ഒരു പ്രതിരോധ ഭാഗമായി ഇന്നിവിടെ മേധ്യരസായനമെന്ന, എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ആയുർവേദ ഡിസ്പെൻസറി ഇങ്ങനൊരു പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഇതുവരെ ഈ ഒരു സെൻറ്ററിൽ നടന്ന പദ്ധതികളുടെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ് ഈ പുറപ്പുഴ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനങ്ങൾ. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PR സലീം മുഖ്യ പ്രഭാഷണം നടത്തി. മേദ്യരസായനം പരിചയപ്പെടുത്തൽ ഇതോടുകൂടി നടത്തുകയാണ്. മേദ്യരസായനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മക്കുറവുണ്ടെന്ന് ഇതിലൊരു തർക്കമില്ലല്ലോ. ഒരു തർക്കമില്ല, ആർക്കും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ഡിമെൻഷ്യ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ആയിട്ടില്ല. ഉണ്ടാവാട്ടോ, അറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് താക്കോല് വെച്ച സ്ഥലം മറക്കാത്ത ആരെങ്കിലും ഉണ്ടോ? താക്കോല് വെച്ച സ്ഥലം എന്തെങ്കിലും മറന്നിട്ടുണ്ടാവും. എവിടെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അതെന്താണെന്നറിയോ? ഗ്യാസ് അതെന്താണെന്നറിയോ? അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് ശരിക്കും. അതായത് കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രധാനമല്ലാത്ത കാര്യം മറന്നു പോകുന്നതാണ്. അതൊരു ഓർമ്മക്കുറവല്ല, അതൊരു രോഗമല്ല, അതില്ലാത്ത മനുഷ്യരില്ല. കാരണം 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നു പോകും. അതിനത്ര പ്രാധാന്യം വരുന്നില്ല. അപ്പൊ അങ്ങനെ ആശ്വസിക്കണം, അത് അല്ല. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞാൽ, ഇപ്പൊ 50 വയസ്സ് കഴിഞ്ഞാൽ എന്ന് പറയണം, 70% ആളുകൾക്കും ഈ തലച്ചോറുമായി ബന്ധപ്പെട്ട ഡിമെൻഷ്യ എന്നൊരു കണ്ടീഷനാണ്. ഈ ഡിമെൻഷ്യക്ക് കാരണം നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്ന് ഒരു രോഗമാണത്. ശരിക്കും തലച്ചോറിലെ കോശങ്ങൾ ധാരാളമായി പണിയെടുത്ത് കഴിയുമ്പോൾ അതിന് വയ്യാതാവില്ലേ? അപ്പൊ അങ്ങനെ വരുന്നൊരു അസുഖമാണ്. നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശ്രീദർശൻ KS മേധ്യരസായനങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. മേധ്യരസായന വിതരണോദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് പുറപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫിന് മരുന്ന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ജോബ് മഴക്കാല പ്രതിരോധ മരുന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ശ്രീകുമാർ MS സ്മൃതി മെഡിറ്റേഷൻ പരിശീലനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേശ്വരി ഹരിഹരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അച്ചാമ ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കല്ലോരിക്കൽ, വാർഡ് മെമ്പർമാരായ ഷാൻഡി ടോമി, VK രതീഷ്, രഞ്ജിത്ത് KR, സിനി അജി, മിനി ടോമി, അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, ബിന്ദു ബെന്നി, ജോൺ C മണക്കാട്ട്, ടോമിച്ചൻ മുണ്ടുപാലം, ആയുർവിദ്യ പ്രോജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിമ ഗോപി, അറ്റൻഡർ മിനിമോൾ ജോസഫ്, PTS വിജയകുമാരി KB, MPHW വിൻസി എബ്രഹാം, വഴുത്തല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി P എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തുകയും നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLAക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ അനൂപ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ് സ്വാഗതവും ആശംസിച്ചു. സംസ്ഥാനത്തിന്റെ വികസന സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ യുവതലമുറ ഉൾപ്പെടെയുള്ള സമൂഹം തയ്യാറാകണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് അഭിപ്രായപ്പെട്ടു. അതുവഴിയാണ് നാടിന്റെ സമഗ്ര വികസനത്തിന് കൂടുതൽ വേഗത കൈവരിക്കാനാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും ഗവൺമെന്റ് ചീഫ് വിപ്പിന് നൽകിയ സ്വീകരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗ്രാമപഞ്ചായത്തും കരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ജന്മനാടായ പുറപ്പുഴയുടെ മണ്ണിലേക്ക്
നമ്മുടെ സമൂഹ നിർമ്മാണത്തിൽ, ഞാനിത് അസംബ്ലിയിലും പറഞ്ഞത്, നമ്മുടെ ഒരു രാഷ്ട്ര നിർമ്മാണത്തിലും സമൂഹ നിർമ്മാണത്തിലുമൊക്കെ ആ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ അംഗൻവാടി തൊട്ടുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ആ ഒരു പ്രായത്തിലാണ് കുട്ടികൾക്ക് ഏറ്റവും അധികം കരുതലുകളും ഏറ്റവും അധികം ഇൻപുട്സ്, ആ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചൊട്ടയിലെ ശീലം ചുടലവൻ. ചെറുപ്രായത്തിലാണ് ആ കുട്ടികൾക്ക് നമ്മൾ ആവശ്യമായ ജീവിതത്തിന് വേണ്ട ലൈഫ് സ്കിൽസ് ആ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ചെറുപ്രായത്തിൽ. നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ട പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, സിവിക് സെൻസ്, സാമൂഹ്യ ബോധമുള്ള, എത്തിക്സ് ഉള്ള, പ്രിൻസിപ്പിൾസ് ഉള്ള, കാര്യപ്രാപ്തിയുള്ള, ചുറ്റും ജീവിക്കുന്നവരോട് അനുകമ്പയുള്ള, എംപതിയുള്ള ഒരു സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കണമെങ്കിൽ നമ്മളത് ചെറുപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് തുടങ്ങണം എന്ന് ആണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിബിത അനൂപ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അച്ചാമ്മ ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ജോസഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേശ്വരി ഹരിധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടോമിച്ചൻ മുണ്ടുപാലം, ഷാൻഡി ടോമി, രതീഷ് ബി കെ, രഞ്ജിത്ത് കെ ആർ, സിനി അജി, മിനി ടോമി, അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, ബിന്ദു ബെന്നി, ജോൺസി മണക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അഡ്വക്കേറ്റ് റെനീഷ് മാത്യു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. കല്ലൂർക്കാട് ടെലിഫോൺ എക്സ്ചേഞ്ച് കാട് പിടിച്ച് നശിക്കുന്നു. ഒരു കാലത്ത് പ്രവർത്തന സജ്ജമായിരുന്ന ക്വാർട്ടേഴ്സുകളും മറ്റ് കെട്ടിടങ്ങളും ഇന്ന് ആർക്കും പ്രയോജനമില്ലാതെ കാടിനുള്ളിൽ മറിഞ്ഞു കിടക്കുകയാണ്. ഇതോടെ പ്രദേശം ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറി. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കെട്ടിടങ്ങൾ ഉപയോഗയോഗ്യമാക്കുകയാണെങ്കിൽ കല്ലൂർക്കാട് പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പൊതുസേവന സ്ഥാപനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി ഇവിടെ പ്രവർത്തിക്കാനാകുമെന്നാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. കല്ലൂർക്കാട് ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ടെലിഫോൺ എക്സ്ചേഞ്ച് വളപ്പും കെട്ടിടങ്ങളും കാട് പിടിച്ച് നശിക്കുന്ന നിലയിൽ. ഒരു കാലത്ത് പ്രവർത്തന സജ്ജമായിരുന്ന ക്വാർട്ടേഴ്സുകളും മറ്റ് കെട്ടിടങ്ങളും ഇന്ന് ആർക്കും പ്രയോജനമില്ലാതെ കാടിനുള്ളിൽ മറിഞ്ഞു കിടക്കുകയാണ്. ഇതോടെ ഈ പ്രദേശം ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലും വിവിധ സ്ഥാപനങ്ങളിലുമുള്ള കാടുവെട്ട് പുരോഗമിക്കുമ്പോഴും ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരം ഇതിൽ നിന്നും പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കാടുവെട്ടി ശുചീകരണവും ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങളും നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഈ ബിൽഡിംഗ് നശിക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ പുനരുദ്ധാര പ്രവർത്തനം നടത്തി കഴിഞ്ഞ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഓഫീസായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ആളും അനക്കമൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കല്ലൂർക്കാട് സ്ഥാപനം എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് നാളുകളായി, വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ കെട്ടിടം വേണമെങ്കിൽ ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ AU ഓഫീസ് അവിടെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ അതുപോലുള്ള വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഈ കെട്ടിടത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഉടമസ്ഥരായിട്ടുള്ള അധികാരികൾ ഇതിൻ്റെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹാരം കാണേണ്ടതുണ്ട്. ഇതില്ലെങ്കിൽ ഇത് ഇങ്ങനെ കാട് കയറി കിടക്കുന്ന ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. ഇത് നാട്ടുകാരുടെ വളരെ നാളത്തെ ഒരു ആവശ്യമാണ്. അത് നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കെട്ടിടങ്ങൾ ഉപയോഗയോഗ്യമാക്കുകയാണെങ്കിൽ കല്ലൂർക്കാട് പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പൊതുസേവന സ്ഥാപനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി ഇവിടെ പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. അപകട ഭീഷണിയിലായിരുന്ന സേനാപതി ഇല്ലിപ്പാലത്തിന് ഒടുവിൽ ശാപമോക്ഷം. പാലം പുനർനിർമ്മിക്കാൻ ബഡ്ജറ്റിൽ തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് സേനാപതി വേണു MLA അറിയിച്ചു. നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കും. ആശങ്കയൊഴിഞ്ഞ് മലയോര ജനത.
രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇല്ലിപ്പാലം ഈ മഴക്കാലത്തെ അതിജീവിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു പ്രദേശവാസികൾ. റോഡ് BM&BC നിലവാരത്തിൽ നവീകരിച്ചിട്ടും കാലപ്പഴക്കം ചെന്ന പാലം പുനർനിർമ്മിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ നാട്ടുകാരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ഒടുവിൽ പരിഹാരമാകുന്നു. പാലം പുനർനിർമ്മിക്കുന്നതിനായി പുതിയ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയതായും 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു അറിയിച്ചു. സേനാപതി രാജകുമാരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഇല്ലിപ്പാലം. പണ്ട് ഇല്ലി കൊണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ പേര്. ഇപ്പോൾ ആ പാലം വളരെ ദുർബലമാണ് എന്ന് മാത്രമല്ല, പുതുതായി മുരിക്കുംതൊട്ടിയിൽ നിന്ന് ചോരക്കാലിപ്പടി വരെയുള്ള റോഡ് BM&BC നിലവാരത്തിൽ വന്നപ്പോൾ ഈ പാലം ഒരു വലിയ പ്രതിസന്ധി തടസ്സമായിട്ട് നിൽക്കുന്നു. ഏതായാലും ഈ ബജറ്റിൽ അതിനാവശ്യമായ പ്രൊവിഷൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 കൊല്ലത്തിനുള്ളിലെങ്കിലും ഈ പാലം യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതെ, രാജകുമാരിയിൽ നിന്ന് അതായത് കുളപ്പാറച്ചാലിൽ നിന്ന് പാലത്തിലേക്ക് വരുന്ന അപ്രോച്ച് റോഡ് കൂടി അതിനോടൊപ്പം പൂർത്തീകരിക്കുന്നതാണ്. കുടിയേറ്റ കാലത്ത് രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പന്നിയാർപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചതാണ് ഇല്ലിപ്പാലം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാലം ഇന്ന് അതീവ അപകടാവസ്ഥയിലാണ്. ഇരു പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗമാണ് മുരിക്കുംതൊട്ടി. ഇരു പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗമാണ് മുരിക്കുംതൊട്ടി വട്ടപ്പാറ മേലച്ചമണ്ണാർ ഉടുമ്പൻചോല റോഡ്. ഈ പാതയിലെ പ്രധാന പാലമാണിത്. 2022-23 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇതോടെ വലിയ ഭാരവാഹനങ്ങളുടെ കടന്നുവരവും വർദ്ധിച്ചു. എന്നാൽ റോഡ് വികസിച്ചപ്പോഴും ഈ പഴയ പാലം മാത്രം പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. റോഡ് BM&BC നിലവാരത്തിലേക്ക് ഉയർന്നതോടെ ഈ ഇടുങ്ങിയ പാലം വലിയൊരു യാത്രാ തടസ്സമായി മാറിയിരുന്നു. 2022 പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തി 2.37 കോടിയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും ഫണ്ട് അനുവദിക്കുന്നത് നീണ്ടുപോയി. എന്നാൽ നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ശാശ്വത പരിഹാരമാകുകയാണ്. ഒപ്പം കുളപ്പാറച്ചാലിൽ നിന്നും പാലത്തിലേക്ക് വരുന്ന അപ്രോച്ച് റോഡും ഇതിനോടൊപ്പം പൂർത്തീകരിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ബഡ്ജറ്റിൽ തുക അനുവദിച്ചതോടെ വരും ദിവസങ്ങളിൽ തന്നെ പാലത്തിന്റെ ടെൻഡർ നടപടികളിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് കടക്കും. പുതിയ പാലവും ഒപ്പം കുളപ്പാറച്ചാലിൽ നിന്നുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമാകുന്നതോടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള യാത്രാക്ലേശത്തിനാണ് പരിഹാരമാകുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. വിമുക്തി മിഷൻ സംഘടിപ്പിച്ചു വരുന്ന പരിപാടിയുടെ ഇടുക്കി ജില്ലാ ഉദ്ഘാടനമാണ് കട്ടപ്പനയിൽ നടന്നത്. ഇടുക്കി MLA റോയ് കെ പൗലോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായാണ് ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു വരുന്നത്. കട്ടപ്പന മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ, കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന കുടുംബശ്രീ, കട്ടപ്പന CDS എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടി റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അവരത് ചിന്തിക്കുന്നില്ല. ഇത് കൊടുക്കുന്നത് കൊണ്ട് ഇത് കഴിക്കുന്ന കുട്ടികൾക്ക് പ്രയാസമുണ്ടെന്ന് ആ കച്ചവടക്കാരൻ ചിന്തിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്ന അവന് കിട്ടുന്ന പൈസയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടെന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഇതിനകത്ത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ബോധവൽക്കരണത്തിൻ്റെ പ്രവർത്തനം കൂടിയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് നടപടികളുണ്ടാകും, രണ്ടുമുണ്ടാകും. കുറ്റം ചെയ്യുന്ന ആളുകളെ പിടിക്കാനും അവർ ജയിലിൽ കൊടുത്തവരെ ജയിലിൽ വിടാനും ഈ 2 നടപടികളും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നില്ല. ഇതിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ ജീവിതം രക്ഷപ്പെടാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട്. പല കുടുംബങ്ങളിലും എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. മദ്യപാനം മൂലം, മറ്റു പല കുഴപ്പങ്ങൾ മൂലം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പല കുടുംബങ്ങളിലും പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതൊക്കെ നിങ്ങളുടെയും ഒക്കെ അറിവിൽ പ്രകടനത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ കൂട്ടുകാരുടെ എവിടെയെങ്കിലും ഇത്തരം വീടുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപകടങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ ജോയ് വെട്ടിക്കോഴി സെമിനാറിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിവന്റീവ് ഓഫീസർ ഡെനിസൺ ജോസഫ്, മുനിസിപ്പൽ കൗൺസിലർമാർ, സ്കൂൾ പ്രിൻസിപ്പൽമാർ, എക്സൈസ് ഓഫീസർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയുമായി സഹകരിച്ച് നടത്തുന്ന വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ പ്രകാശനവും സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കാളിയാർ മുള്ളംകുത്തി ഞാറക്കാട് PWD റോഡിൽ പള്ളിക്കവലയ്ക്ക് സമീപം കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് നാളുകൾ പിന്നിട്ടിട്ടും നവീകരിക്കാൻ നടപടിയില്ല. തെന്നത്തൂർ ഞാറക്കാട് മേഖലയെ കാളിയാറുമായി ബന്ധിപ്പിക്കുന്നതും ആലപ്പുഴ തേനി സംസ്ഥാനപാത സംയോജിക്കുന്ന പ്രധാന ഭാഗം ആണ് ഇവിടം. പഞ്ചായത്ത് നിരവധി വട്ടം പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും എസ്റ്റിമേറ്റ് എടുത്തു പോവുക മാത്രമാണ് ഉണ്ടായതെന്ന് വാർഡ് മെമ്പർ അനീഷ് കിഴക്കേൽ പ്രതികരിച്ചു. കാളിയാർ മുള്ളംകുത്തി ഞാറക്കാട് PWD റോഡിൽ പള്ളിക്കവലയ്ക്ക് സമീപം കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് നാളുകൾ പിന്നിട്ടിട്ടും നവീകരിക്കാൻ നടപടിയായില്ല. തെന്നത്തൂർ ഞാറക്കാട് മേഖലയെ കാളിയാറുമായി ബന്ധിപ്പിക്കുന്നതും ആലപ്പുഴ തേനി സംസ്ഥാനപാത സംയോജിക്കുന്ന പ്രധാന ഭാഗവുമാണ് ഇവിടം. പ്രദേശത്തെ 5ലധികം സ്കൂൾ വാഹനങ്ങൾ കടന്നുപോകുന്ന പാത കൂടിയാണ് ഇത്. പഞ്ചായത്ത് ഈ വിഷയത്തിൽ നിരവധി വട്ടം പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും എസ്റ്റിമേറ്റ് എടുത്തു പോവുക മാത്രമാണ് ഉണ്ടായതെന്ന് വാർഡ് മെമ്പർ അനീഷ് കിഴക്കേൽ പ്രതികരിച്ചു. 3-4 വർഷമായി ഈ വഴിയുടെ കെട്ട് തള്ളിയിരിക്കുന്ന കാര്യം PWD അറിയിക്കുമ്പോഴൊക്കെ അവർ വന്ന് ഒരു എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഈ വഴി പണിയില്ല. 100 കണക്കിന് വാഹനങ്ങളും ഭാരവണ്ടികളും കടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഈ പ്രാവശ്യവും പഞ്ചായത്തിൽ നിന്ന് റെസൊല്യൂഷൻ പാസ്സാക്കി ബഹുമാനപ്പെട്ട റോഡ് വിഭാഗം കരിമണ്ണൂർ പേപ്പർ നൽകിയിട്ടുള്ളതാണ്. ഇന്ന് ഈ റോഡ് അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 2 വർഷമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കോയാപ്പടി സെൻറ്റ് മേരീസ് സ്കൂൾ പടി വഴിയിലെ കലുങ്കിൻ്റെ അടിഭാഗം ഇടിഞ്ഞു പോയതിനാൽ ആ പാലവും 2 വർഷമായി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഈ വഴി കൂടി തകർന്ന പോകുന്ന സാഹചര്യം ഉണ്ടായാൽ കാളിയാർ സെൻറ്റ് മേരീസ് സ്കൂളടക്കം CSI പള്ളിയടക്കം 13-ാം വാർഡ് മുള്ളംകുത്തിയിലേക്ക് ഒരു റോഡ് ഗതാഗതം ഉണ്ടാകില്ല. വളരെ കിലോമീറ്റർ സഞ്ചരിച്ച് ഒടിയവാറ വഴി മുള്ളംകുത്തിയിലേക്ക് ആളുകൾക്ക് വാഹനത്തിൽ വരുവാൻ സാധിക്കുമെന്നുള്ള വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് അടിയന്തരമായി വഴി പണിത് അപകടാവസ്ഥയിൽ നിന്ന് ഈ റോഡിനെ സംരക്ഷിക്കുന്നതിനാവശ്യം നടപടി സ്വീകരിക്കണമെന്ന് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രദേശത്തേക്കുള്ള സമാന്തര പാതയായ കാളിയാർ കോയമ്പടി റോഡ് കലുങ്ക് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2 വർഷം മുൻപ് അടച്ചിരുന്നു. നിലവിൽ ഈ വഴി കൂടി അപകടത്തിലായാൽ മുള്ളംകുത്തി ഭാഗം ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതിനാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്ന് മെമ്പർ അനീഷ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. സന്നോവ സോളാർ LLPയുടെ ഹെഡ് ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. വെങ്ങല്ലൂർ മങ്ങാട്ടുകോല ബൈപ്പാസ് റോഡിൽ അത്തിക്കൽ ആർക്കേഡിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. സൗരോർജ്ജ മേഖലയിലെ നവീന സംരംഭമായ സണ്ണോവ സോളാർ LLPയുടെ തൊടുപുഴയിലെ ഹെഡ് ഓഫീസ് വെങ്ങല്ലൂർ മങ്ങാട്ടുകോല ബൈപ്പാസ് റോഡിൽ അത്തിക്കൽ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ അബു ജോൺ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. സർക്കാർ സബ്സിഡിയോടുകൂടി സോളാർ ഇൻസ്റ്റലേഷൻ പുതിയ ബജറ്റിലൊക്കെ അതിന് ധാരാളം ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നമ്മുടെ ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ സോളാർ എനർജി പോലെയുള്ള റിന്യൂവബിൾ എനർജി വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. പരിസ്ഥിതി ആഘാതമില്ലാതെ ഓരോ വീടുകളുടെയും ടെറസ് അല്ലെങ്കിൽ പുറപ്പുറത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് ഏവരും റിന്യൂവബിൾ എനർജിയിലേക്ക് കടന്നു വരേണ്ടത് നമുക്കറിയാം. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. സോളാർ എനർജി മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ആണ് സന്നോവ പദ്ധതി ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള ആ ഒരു യാത്രയിലെ എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുന്നു.
മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS സലിംകുട്ടി, തൊടുപുഴ വ്യാപാരി ക്ലബ് 38 പ്രസിഡന്റ് TC രാജു തറണിയിൽ, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ, വാർഡ് കൗൺസിലർ സഫിയ ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. 78,000 രൂപ വരെ ഗവൺമെന്റ് സബ്സിഡി ഉണ്ടായിരിക്കും. 6% പലിശ നിരക്കിൽ ബാങ്ക് ലോണും ലഭ്യമാണ്. കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ 50 കൗണ്ടറുകൾ തുടർന്നുകൊണ്ട് നമുക്കൊരു റെക്കോർഡ് ഉണ്ടാവാം. കാര്യം ഒരു സ്ഥാപനം തുടങ്ങിയാൽ അത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയത്നമുണ്ട്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം കൗണ്ടറുകൾ, അതായത് ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒറ്റ ദിവസം നമ്മൾ ഇതിന് തുടക്കം കുറിക്കുകയാണ്. നമ്മളുടെ ഉയർച്ച എല്ലാവരുടെയും കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തന ഫലമായി നമുക്ക് അടുത്ത വാർഷിക സമ്മേളനത്തിൽ എത്തുമ്പോൾ ഇതിന്റെ 50 യൂണിറ്റുകൾ, അതായത് സോണൽ ഓഫീസുകളൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതിയായി ഇത് മാറ്റുവാൻ എല്ലാവരുടെയും പ്രയത്നം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 5 വർഷം മുമ്പ് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത JCB വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ ആദിവാസി യുവാവ് ആത്മഹത്യാ ഭീഷണി സമരം നടത്തി. DFO തലത്തിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന് മേലാണ് 4 മണിക്കൂർ നീണ്ടുന്ന സമരം അവസാനിപ്പിച്ചത്. കഞ്ഞിക്കുഴി പഴയരിക്കണ്ടം സ്വദേശി അജീഷാണ് കസ്റ്റഡിയിലുള്ള JCBക്കുള്ളിൽ കയറി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 2020-ൽ കഞ്ഞിക്കുഴിയിൽ വീട് നിർമ്മാണത്തിനായി മണ്ണ് മാറ്റുന്നതിനിടെയാണ് വനഭൂമി കയ്യേറിയെന്നാരോപിച്ച് വനം വകുപ്പ് JCB കസ്റ്റഡിയിലെടുത്തത്. വനം വകുപ്പിന് കേവലം 500 രൂപയുടെ നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ഉത്തരവുണ്ടായിട്ടും വാഹനം വിട്ടു നൽകാൻ വനപാലകർ തയ്യാറായില്ലെന്നും അജീഷ് ആരോപിക്കുന്നു. ഇതിന്റെ വാലുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ വണ്ടി വിട്ട് തന്നേക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ജസ്റ്റ് 4 മാസത്തിന് ജസ്റ്റ് ഒതുക്കി നിർത്തി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറയാ ഞാൻ അങ്ങനെ മിണ്ടിയിട്ടില്ല. ഓർത്തു നോക്കിയേ, ഞാൻ കോടതി പോകണ വണ്ടി പോയ 10 മിനിറ്റിൽ ഞാൻ പോയാണ് സാറേ. പക്ഷെ എന്നെ DFO വിളിച്ചു വരുത്തി വിളിച്ചു പറയാ, അജീഷ നിങ്ങൾ കോടതിയിൽ പോയില്ല എങ്കിൽ വണ്ടി നിങ്ങൾക്ക് വിറ്റ് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ ഡേറ്റിന് അവിടെ ചെന്നപ്പോ ഈ DFO പറയാ ഞാൻ അങ്ങനെ മിണ്ടിട്ടില്ല. എന്റെ ഇപ്പൊ 4.5 വർഷമായി സാറേ. ഈ വണ്ടി ഏത് വണ്ടി ഉള്ളവരാണേലും ഈ വണ്ടിയെ കുറിച്ച് അറിയാം. വണ്ടി ജസ്റ്റ് ഓണറോ വണ്ടി ഓടിക്കുന്ന ഒരു ഓപ്പറേറ്റർക്ക് അറിയാം. വണ്ടി നമുക്ക് കണ്ടറിയാം. നഗരംപാറ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നേര്യമംഗലം റേഞ്ചിന് കീഴിലെ ചെമ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസിലാണ് വാഹനം സൂക്ഷിച്ചിരിക്കുന്നത്. 5 വർഷമായി കാട് കയറി കിടക്കുന്ന വാഹനം പൂർണ്ണമായും നശിച്ച നിലയിലാണ്. JCB കസ്റ്റഡിയിലായതോടെ വലിയ കടബാധ്യതയിലായെന്നും ഉപജീവനമാർഗം തടസ്സപ്പെട്ടതായും യുവാവ് പറയുന്നു. യുവാവിന്റെ പ്രതിഷേധത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കവളങ്ങാട് പഞ്ചായത്ത് ജനപ്രതിനിധികളും ഊന്നുകൽ പോലീസ് ഇൻസ്പെക്ടറും സ്ഥലത്തെത്തി ചർച്ച നടത്തി. വരും ദിവസങ്ങളിൽ DFOയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല ചർച്ച നടത്തി അനുകൂല തീരുമാനം ഉണ്ടാക്കാമെന്ന ഉറപ്പിലാണ് ഒടുവിൽ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ലയൺസ് ക്ലബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ തൊടുപുഴ മലബാർ ഗോൾഡുമായി സഹകരിച്ച് നടത്തുന്ന സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ലയൺസ് ക്ലബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ് ഉദ്ഘാടനം ചെയ്തു. All the service activities of Lions Club of Thodupuzha Metro for the year 26-27 may go forward. Thank you.
തൊടുപുഴ കാർഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ തൊടുപുഴ മലബാർ ഗോൾഡുമായി സഹകരിച്ച് നടത്തുന്ന സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ മെട്രോ പ്രസിഡന്റായി രതീഷ് ദിവാകരൻ PMJF-നെയും സെക്രട്ടറിയായി ലയൺ ഭുവനേഷിനെയും ട്രഷററായി ലയൺ സുനിൽകുമാർ MBയെയും തെരഞ്ഞെടുത്തു. ലയൺ പ്രൊഫസർ അരുൺ K ഫ്ലാഗ് സല്യൂട്ടേഷൻ നടത്തി. ക്ലബ് മുൻ സെക്രട്ടറി അഖിൽ സജീവ് സ്വാഗതം പറഞ്ഞു. ഡിസ്ട്രിക്ട് പ്രോജക്ട് സെക്രട്ടറി NN സനൽ, റീജിയണൽ ചെയർമാൻ ലയൺ അനിൽകുമാർ CC, സോൺ ചെയർമാൻ ലയൺ ഷിബു C നായർ, ലയൺ MN സുരേഷ്, ലയൺ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട്, ലയൺ റെജി വർഗീസ് PMJF എന്നിവർ ആശംസകൾ അറിയിച്ചു. ലയൺസ് ലേഡീസ് ഫോറം പ്രസിഡന്റായി സിനി ബിജുവിനെയും സെക്രട്ടറിയായി സന്ധ്യ സുനിലിനെയും ട്രഷററായി ആശ അജിത്തിനെയും തെരഞ്ഞെടുത്തു. ലിയോ ഫോറം പ്രസിഡന്റായി ദുർഗ സുരേഷിനെയും സെക്രട്ടറിയായി ഗൗതം കൃഷ്ണയെയും ട്രഷററായി ശിവാനന്ദ പ്രശാന്തനെയും തെരഞ്ഞെടുത്തു. നമ്മളുടെ ക്ലബ്ബ് ലേഡീസ് ഫോറത്തിന് വളരെ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ്. ഈ കഴിഞ്ഞ ടീമിലെ പ്രവർത്തനങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ലേഡീസ് ഫോറത്തിന്റെ വല്ലാത്തൊരു സ്വാധീനം, വളരെ വലിയ സ്വാധീനം അതിനകത്തുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ലിയോസിനും നമ്മൾക്ക് അവരുടേതായ കരിയറിലും അവരുടേതായ സ്കിൽസിലും ഒക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പാകത്തിന്, വേദിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പാകത്തിനുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും ലിയോ സ്പോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടീമിൽ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ എല്ലാ ശാക്തീകരണത്തിനും, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും, നിങ്ങളുടെ സന്തോഷത്തിനും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ലയൺസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വഴിത്തല ശാന്തിഗിരി കോളേജിൽ പഞ്ചായത്ത് രാജ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാലക്കുഴ പഞ്ചായത്ത് സെക്രട്ടറി R സുനിൽ ക്ലാസ് നയിച്ചു. സോഷ്യൽ വർക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനാധിപത്യ വികേന്ദ്രീകരണത്തിന്റെയും തദ്ദേശ സ്വയംഭരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിനായി ശാന്തിഗിരി കോളേജിൽ പഞ്ചായത്ത് രാജ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാലക്കുഴ പഞ്ചായത്ത് സെക്രട്ടറി R സുനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് രാജ് ആക്ട്, പഞ്ചായത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും, അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഗ്രാമസഭയുടെ പ്രാധാന്യം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു. സോഷ്യൽ വർക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളെല്ലാം പരിപാടിയിൽ പങ്കെടുത്തു. ആൻമേരി ബാബു സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി രാജകുമാരിയിൽ വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി വകുപ്പും വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റും സംയുക്തമായാണ് പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രാജകുമാരി ടൗണിൽ ശുചീകരണ യജ്ഞവും നടന്നു. പകർച്ചവ്യാധികളുടെ ഭീതിയിലായ രാജകുമാരി ഗ്രാമപഞ്ചായത്തിന് ആശ്വാസമേകി വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. പ്രദേശത്ത് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിലാണ് നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി വകുപ്പും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അടിയന്തര പ്രതിരോധ കോട്ട തീർത്തത്. ഇതിന്റെ ഭാഗമായി ടൗണിലെ വ്യാപാരികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ആദ്യഘട്ട ഹോമിയോപ്പതി പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെയും ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ രാജകുമാരി ടൗണിലുള്ളത്. അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോവിഡ് ഡിസ്പെൻസറിയിൽ നിന്നും മരുന്ന് ചെയ്യുന്നതിന് വേണ്ടി അവർ ആലോചിക്കുകയും വ്യാപാരികൾ വളരെ സന്തോഷത്തോടുകൂടി ആ ഉദ്യമത്തെ ഏറ്റെടുക്കുകയും നമ്മുടെ ടൗണിലെ ജനങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നമ്മുടെ കടകളും മറ്റ് പരിസരങ്ങളും ശുചീകരിച്ചിട്ട് ശുദ്ധമുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. മരുന്ന് വിതരണത്തോടൊപ്പം തന്നെ ഡെങ്കിപ്പനിക്കെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് വ്യാപാരികൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. രാജകുമാരി ആയുഷ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ഗിരിജാകുമാരി ക്ലാസിന് നേതൃത്വം നൽകി. വ്യാപാരികളുടെ നേതൃത്വത്തിൽ രാജകുമാരി ടൗൺ പൂർണ്ണമായും ശുചീകരിച്ചു. കടകമ്പോളങ്ങളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തും കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത ഉറപ്പാക്കിയുമായിരുന്നു ശുചീകരണ യജ്ഞം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ അധികൃതരും ജനങ്ങളും ഒന്നിച്ചിറങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് രാജകുമാരി തെളിയിക്കുന്നത്. വ്യാപാരികളുടെയും ആരോഗ്യവകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ബിനു, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് റോയി വർഗീസ്, സെക്രട്ടറി ജോഷി മുടനാട്ട്, ട്രഷറർ OA ജോൺ എന്നിവർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ണപ്പുറത്തിന് ഒരു പുതിയ ഫയർ സ്റ്റേഷൻ എന്ന ദീർഘനാളത്തെ ആവശ്യത്തിന് പ്രതീക്ഷയാക്കി ജില്ലാ ഫയർ ഓഫീസർ KR ഷിനോയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രാഥമിക പരിശോധന നടത്തി.
വഴിത്തല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി ക്ലിനിക് ആരംഭിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തുകയും നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. കല്ലൂർക്കാട് ടെലിഫോൺ എക്സ്ചേഞ്ച് കാട് പിടിച്ച് നശിക്കുന്നു. ഒരു കാലത്ത് പ്രവർത്തന സജ്ജമായിരുന്ന ക്വാർട്ടേഴ്സുകളും മറ്റു കെട്ടിടങ്ങളും ഇന്ന് ആർക്കും പ്രയോജനമില്ലാതെ കാടിനുള്ളിൽ മറഞ്ഞു കിടക്കുകയാണ്. അപകട ഭീഷണിയിലായിരുന്ന സേനാപതി ഇല്ലിപ്പാലത്തിനൊടുവിൽ ശാപമോഷം. പാലം പുനർനിർമ്മിക്കാൻ ബഡ്ജറ്റിൽ തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് സേനാപതി വേണു MLA അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.